ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ NMMS ക്ലാസിന്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സബ്ജക്റ്റ് ആണ്. സോഷ്യലിൽ നമുക്ക് എല്ലാവർക്കും 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരല്ലാതെ യൂറോപ്യൻസ് എല്ലാവരും നമ്മളെ ഇന്ത്യയിലോട്ട് അതിക്രമിച്ച് കയറുന്നു. അതാണ് ഇൻവേഷൻ. പിന്നെ നമ്മൾ ഇന്ത്യക്കാർ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെയായി നമ്മൾ കുറേ ഇത് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ ചാപ്റ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും. വാസ്കോ ഡ ഗാമ ആണ് ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ യൂറോപ്യൻ. അതിന് മുമ്പേ യൂറോപ്യൻസ് അല്ലാത്ത അറബ്സും ചൈനീസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ സീ റൂട്ട് വഴിയാണ് എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ലാൻഡ് റൂട്ട് വഴി എന്താ വരാത്തതെന്ന്. ടർക്സ് ലാൻഡ് റൂട്ട് കയ്യിൽ പിടിച്ചടക്കി. ടർക്സ് അറബികൾക്ക് മാത്രമാണ് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് വരാനുള്ള പെർമിഷൻ കൊടുത്തത്. അല്ലാതെ യൂറോപ്യൻസിന് ടർക്സ് ഇതിലൂടെ പോകാനുള്ള പെർമിഷൻ കൊടുത്തില്ല. അപ്പോഴാണ് യൂറോപ്യൻസിലായ വാസ്കോ ഡ ഗാമ പുതിയ വഴി കണ്ടുപിടിക്കുന്നത്. വാസ്കോ ഡ ഗാമ ഇവിടെ കോഴിക്കോട് എത്തിയത് 1498 1498 കാപ്പാടാണ് വന്നത്. കാപ്പാട് കോഴിക്കോടിന്റെ അടുത്താണ്. ഈ യൂറോപ്യൻസ് ആയ ബ്രിട്ടീഷ്, ഫ്രാൻസ് എല്ലാവരും ഇവിടെ എത്താൻ കാരണം വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ അങ്ങനത്തെ ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ ആരും എത്തൂലായിരുന്നു. അപ്പോ വാസ്കോ ഡ ഗാമ അവിടെ വന്ന് എത്തിയതിന്റെ വഴിയുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോ ആഫ്രിക്കയിലുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞ ഇതൊക്കെ കടന്നിട്ടാണ് ഇവിടെ എത്തിയത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വെച്ചാൽ ആഫ്രിക്കയിലുള്ള ഒരു ഇതാണ്. അവിടെ എത്തിയാൽ നമ്മൾ എന്തായാലും ഇന്ത്യന്റെ അടുത്ത് എത്തിയെന്ന് ഓർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങോട്ട് വരാൻ ഉപയോഗിച്ച 3 കപ്പലുകളുണ്ട്. സാവോ ഗബ്രിയേൽ ആണ് ഒന്നാമത്തെ പേര്. സാവോ റഫേൽ ആണ് രണ്ടാമത്തെ കപ്പലിന്റെ പേര്. മൂന്നാമത്തെ കപ്പലിന്റെ പേര് കുറച്ചും കൂടെ എളുപ്പമാണ്, ബെറിയോ. സാവോ ഗബ്രിയേൽ, സാവോ റഫേൽ ആൻഡ് ബെറിയോ ആണ് ഇവരിങ്ങോട്ട് വരാൻ ഉപയോഗിച്ച കപ്പലുകൾ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കോഴിക്കോട് എത്തിയപ്പോ കോഴിക്കോട് അന്ന് ഭരിച്ചൊരു റൂളർ ഉണ്ട്. സമൂര്യൻ എന്നാണ് എല്ലാരും വിളിച്ചോണ്ടിരുന്നത്. സാമൂര്യന്റെ അടുത്ത് വന്നിട്ട് ഈ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ പറഞ്ഞ്, താങ്കൾ എനിക്ക് ട്രേഡിന്റെ ഇത് തരണം, പെപ്പറൊക്കെ തരണമെന്ന്, ട്രേഡിന്റെ ഒരു റിലേഷൻഷിപ്പ് തരണമെന്ന്. പക്ഷെ ഇവർക്ക് അപ്പോ സാമൂര്യൻ പറഞ്ഞു തരാലോന്ന്. പക്ഷേ പോർച്ചുഗീസുകാർക്ക് വേറൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഇവിടെ ട്രേഡ് നടത്തിയ അറബ്സിനും ചൈനീസിനും ഒക്കെ ട്രേഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവർക്ക് മാത്രം സാധനങ്ങൾ കൊടുക്കാൻ. അത് സമൂര്യൻ സമ്മതിച്ചില്ല. അപ്പോ സാമൂര്യനും പോർച്ചുഗീസും തെറ്റി. തെറ്റിയപ്പോ പോർച്ചുഗീസുകാര് നേരെ ചെന്നത് ഇവിടെയുള്ള കണ്ണൂരുള്ള കോലോത്തിരി രാജാവിന്റെ അടുത്താ. ഇതൊക്കെ ചോദിക്കും. കോലോത്തിരി രാജാവിന്റെ അടുത്ത് നിന്നിട്ട് അവിടുന്ന് ട്രേഡ് റിലേഷൻ സെറ്റ് ആക്കിയപ്പോ ഓർക്ക് അവിടുന്ന് കുറെ സാധനങ്ങൾ കിട്ടി. അപ്പൊ ഓരതൊക്കെ മേടിച്ചിട്ട് നേരെ പോർച്ചുഗലിൽ ചെന്നിട്ട് ഇതെല്ലാം വിറ്റപ്പോ ഓർക്ക് 60% ലാഭം കിട്ടി. ഓരിങ്ങോട്ട് വന്നതിന്റെ ചെലവും ഷിപ്പ് ഉണ്ടാക്കുന്നതിന്റെ ചെലവും എല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുന്നേരം ഒരു 60% എക്സ്ട്രാ ലാഭം കിട്ടി. അപ്പൊ ഓര് എന്തായാലും ഇനി വരുവോ വരാതെക്കുവോ? എന്തായാലും വരൂലേ. അപ്പൊ ഓരെന്തായാലും വരും എന്ന് മനസ്സിലായി. അപ്പോ
ഒരു വീണ്ടും വന്ന് സമൂര്യന്റെ അടുത്ത് ഒന്നും കൂടെ ചോദിച്ചു, അവർക്ക് എക്സ്ട്രാ ലാഭം കിട്ടാൻ ഒന്നും കൂടെ തരുമോ ചോദിച്ചു. അപ്പൊ സമൂര്യന്റെ നേവൽ ചീഫായിരുന്നു കുഞ്ഞാലി മരക്കാറ്. അപ്പൊ കുഞ്ഞാലി മരക്കാറും പോർച്ചുഗീസ് തമ്മിൽ വീണ്ടും അടിയായി. ഇത് സാധാ അടിയൊന്നല്ല, കാരണം പുളക്കുള്ള അടി എന്ന് പറയാം. കുഞ്ഞാലി മരക്കാർ 4 ആൾക്കാരാ. കുഞ്ഞാലി ഫോറിനെ ഗോവയിൽ വെച്ചിട്ട് ഈ പോർച്ചുഗീസുകാരെ അങ്ങോട്ട് കൊന്നു. അപ്പോ ഈ സമൂര്യൻ വെറുതെ വെക്കുവോ? അപ്പൊ സമൂര്യൻ ബാക്കിയുള്ള കുഞ്ഞാലികളടുത്ത് പറഞ്ഞു. അപ്പൊ കുഞ്ഞാലി 3 ഇവരെ പോർച്ചുഗീസുകാരെ ഗോവയിലുള്ള ഒരു ഇതുണ്ട്, അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഇയാളെയും കൊന്നു. അപ്പൊ അങ്ങനെ കൊന്ന് അവസാനം സമൂര്യ അങ്ങോട്ട് നശിച്ചു. പക്ഷെ ഇവിടെ കോഴിക്കോടുള്ള ജനങ്ങള് ആ ട്രേഡ് വിട്ടുകൊടുത്തില്ല. ഓര് സമൂര്യനെ കൊന്നേന് പോർച്ചുഗീസുമായിട്ട് നല്ല റെസിസ്റ്റൻസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ പോർച്ചുഗീസ് ഇവിടെ വന്നല്ലോ. അപ്പൊ ഒരു കൈയടിക്ക സ്ഥലങ്ങളാണ് ഒന്ന് കൊച്ചി, ഗോവ, ഡാമനും ഡിയു. ഇത് ഈ 4 എണ്ണാണ് ഒരു കൈയടിക്ക സ്ഥലങ്ങള്. അപ്പോ അതായിരിക്കും അടുത്ത ചോദ്യം. ഇവര് മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. നിങ്ങൾക്കറിയാം ബ്രിട്ടീഷ് വന്നിട്ട് നിങ്ങൾക്കറിയാം, പക്ഷെ ഇതിന്റെ ഓർഡർ നിങ്ങൾക്കറിയോ? ഇതിന്റെ ഓർഡർ പഠിക്കാൻ വേണ്ടി ഒരു ഈസി ഷോർട്ട് മെത്തേഡ് ഉണ്ട്. ഇത് വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടൂല. ഈസി ഷോർട്ട് മെത്തേഡ്. ഈസി ഷോർട്ട് മെത്തേഡ് എന്താണെന്നറിയോ? പി ഡി ഇതെന്താ വായിക്ക? പോടാ ബീഫേ. ഞാൻ എന്തായി ഓയും എയും ഈ 2 ഈ ഒക്കെ ശ്രദ്ധയിൽ കൊടുത്ത് പോടാ ബീഫേ എന്ന് ആലോചിക്കുന്ന നേരം നിങ്ങൾ ഇതാ ആലോചിച്ചാൽ മതി. പി പോർച്ചുഗീസ്, ഡി ഡച്ച്, പിന്നെ ബി ബ്രിട്ടീഷ്, പിന്നെ എഫ് ആലോചിച്ച് ഫ്രാൻസ് ആണോ? ഫ്രാൻസ് ആണ്, പക്ഷെ പണ്ട് ഫ്രാൻസിനെ വിളിച്ചോണ്ടിരുന്നത് ഫ്രഞ്ച് എന്നാണ്. ഫ്രഞ്ച്. ഇതാണ് ഷോർട്ട് ഫോം. പി ഫോർ പോർച്ചുഗീസ്, ഡി ഫോർ ഡച്ച്, ബി ഫോർ ബ്രിട്ടീഷ്, എഫ് ഫോർ ഫ്രഞ്ച്. അപ്പോ ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് നിങ്ങൾ ബീഫിനെ ആലോചിക്കാം. അപ്പോ നിങ്ങൾക്ക് ഓർമ്മ വരും പോടാ ബീഫേ. നിങ്ങളൊക്കെ ഇപ്പൊ ഒരു ഡയറ്റിൽ കാണാൻ നിങ്ങൾ പറയും പോടാ ബീഫേ. അതേപോലെ പി ഫോർ പോർച്ചുഗീസ്, ഡി ഫോർ ഡച്ച്, ബി ഫോർ ബ്രിട്ടീഷ് ആൻഡ് എഫ് ഫോർ ഫ്രഞ്ച്. അപ്പൊ ഇതാണ് ഓർഡർ. പിന്നെ പോയ ഓർഡർ നിങ്ങൾക്ക് അറിയണ്ടേ? പോയ ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ഡ ബി ഫേ പോ. ഞാൻ അങ്ങനെ എഴുതി നോക്കണ്ട, അതിൻ്റെ ഇടയിൽ കുറെ വരാണ്ട് ഞാൻ ഒന്നും കൂടെ എഴുതി തരാം. ഡ ബീഫ് ഫേ ബീഫേ പോ. ബീഫേ പോ. പോയ ഓർഡറിൽ ഫസ്റ്റ് ഇന്ത്യയിൽ നിന്ന് പോയത് ഡച്ചുകാരാണ്. പിന്നെ ഇന്ത്യയിൽ പോയത് നമ്മളെ ബ്രിട്ടീഷാണ്. പിന്നെ ഇന്ത്യയിൽ പോയത് നമ്മളെ ഫ്രഞ്ചുകാരാണ്. പിന്നെ ഇന്ത്യയിൽ പോയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ എന്താ ലാസ്റ്റ് പോയ നിങ്ങൾ ആലോചിക്കും. ഈ ഫ്രഞ്ചുകാർ വന്നിട്ട് ഇന്ത്യ അല്ല ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ ഇന്ത്യ കീഴടക്കിയില്ലേ. അപ്പൊ ഈ ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ചെറിയ ചെറിയ സ്ഥലത്ത് നമ്മളിങ്ങനെ ഒളിച്ച് താമസിക്കും പറയില്ലേ, അതേപോലെ ഇവര് ഈ ബ്രിട്ടീഷുകാർ കാണാതെ ഒളിച്ച് താമസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ
ലാസ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഗോവനെ ലാസ്റ്റ് ആണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഗോവനൊക്കെ ലാസ്റ്റ് ആണ് ഇന്ത്യക്ക് കിട്ടുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു കാരണമാണ്. പിന്നെ അപ്പോ ഇവരൊക്കെ പിന്നെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞുകൂടി. പിന്നെ ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരെന്ന് വെച്ചാൽ ഇവരെ പോലെ ഒന്നല്ല. ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ഡച്ചിനും പോർച്ചുഗീസിനും ഫ്രഞ്ചിനും ഒക്കെ ഇന്ത്യ കീഴടക്കിയിട്ട് ഒരു നല്ല രാജ്യമാക്കണം. പക്ഷേ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തതെന്നറിയോ? ബ്രിട്ടീഷുകാർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ കീഴടക്കിയിട്ട് ഇവിടെ ഉള്ളതൊക്കെ ഊറ്റിയിട്ട് ബ്രിട്ടീഷിൽ കൊണ്ടുപോയിട്ട് വിറ്റ് ഓർക്ക് ഒരു നല്ല രാജ്യമാവണം, ബ്രിട്ടൻ ഒരു നല്ല രാജ്യമാവണം. അപ്പോൾ അതാണ് ബ്രിട്ടീഷുകാർ ആവശ്യം. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും കേസ് നടക്കുന്ന ഒരു സാധനമാണ് കൊഹിനൂർ ഡയമണ്ട്. ഇപ്പൊ ബ്രിട്ടീഷ് രാജ്ഞീന്റെ കിരീടത്തിന്റെ മുകളിൽ കൊഹിനൂർ ഡയമണ്ട് ഉണ്ട്. നമ്മൾ കുറേ തെളിവുകൾ കൊടുത്ത് അത് ഇന്ത്യത്തെയാണ്, പക്ഷെ ഒരേ വിട്ടുതരില്ല. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കുറേ പൈസ ഉണ്ടാക്കി ഓരോ രാജ്യം വലുതാക്കിയിട്ടുമുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കെതിരെയുള്ള കലാപങ്ങളാ. ഒന്നാമത്തെ കലാപം ഏതാണെന്നറിയോ? ഇവരെതിരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാ കലാപങ്ങള്. ഒന്നാമത്തെ ആറ്റിങ്ങൽ റിവോൾട്ട് ആണ്. ആറ്റിങ്ങൽ റിവോൾട്ട് ആണ്. ഇത് നടക്കുന്ന ഏത് കൊല്ലാന്നറിയോ? 1721 ഇത് നടക്കുന്നത്. ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ റാണിയും ബ്രിട്ടീഷും തമ്മിലുള്ള ഒരു മെയിൻ ഫൈറ്റ് ആണ്. ഇതില് ആരാ ജയിക്കുന്നതെന്ന് ചോദിച്ചാല് പിന്നെ ഇത് ആരാ ജയിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ മതിയാവും. അത് എന്തായാലും ബ്രിട്ടീഷേ ജയിക്കുള്ളൂ. കാരണം ഓരയിൽ കുറേ ഗൺ പൗഡേഴ്സും വെപ്പൺസും ഒക്കെ ഉണ്ട്. ആ ഒരു പരമാവധി നമ്മൾ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കഴിയുന്നില്ല. അന്നൊക്കെ കുറേ നാട്ടുരാജ്യങ്ങളും അവിടെ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ രാജാക്കന്മാരും തമ്മിൽ ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നമുക്ക് ബ്രിട്ടീഷിനെ എളുപ്പമായി തോൽപ്പിക്കാം. പക്ഷേ ഓരോ രാജാക്കന്മാരും ഓരോ വഴിക്കാണ്. അതാണ് ഇവിടെ നടന്ന പ്രശ്നം. പിന്നെ ബ്രിട്ടീഷ് അയത്തടി ഉണ്ടായി. അപ്പൊ ആറ്റിങ്ങൽ ഇത് തോറ്റു. പക്ഷെ ഇതാണ് ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ. നമുക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും അറിയാം ചോദ്യം വരിക. വിച്ച് ഈസ് ഫ്രം ദി ഗിവൺ വിച്ച് ഈസ് ദി ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ആറ്റിങ്ങൽ റിബല്യൻ ആണ്. ഇത് കേരളത്തിലാണ് നടന്നത്, ആറ്റിങ്ങലിലാണ് നടന്നത്. ഓർഗനൈസ്ഡ് റിബല്യൻ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോളിഗാർ റിബല്യൻ നടന്ന്. അപ്പൊ നമ്മളെ ഇന്നത്തെ പാർട്ട് 2 ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ. ബാക്കി പാർട്ട് 2 ഇനിയും ഞാൻ വരുന്നതാണ്, ഹരീഷ് മാഷ് വരുന്നതാണ്, ആകാശ് നമ്മളെ കൂടെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ വരുന്നതാണ്. ബൈ.